അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു വിഷയമാണ്. ഷിയ ഇസ്ലാമിലെ 12 ഇമാമുകളിൽ വിശ്വസിക്കുന്നൊരു വിഭാഗമുണ്ടല്ലോ, അവരുടെ പുരോഹിത വ്യവസ്ഥ, അതുപോലെ ഇമാം മഹദിയുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതിനെയൊക്കെപ്പറ്റി അഹമ്മദി റിലീജിയൻ ഓഫ് പീസ് ആൻഡ് ലൈറ്റ് എന്നൊരു പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്നൊരു വിമർശനാത്മക കാഴ്ചപ്പാടാണ് നമ്മൾ പരിശോധിക്കുന്നത്. ശരി, അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് 15 കോടിയിലധികം ആളുകൾ ഒരു മറഞ്ഞിരിക്കുന്ന രക്ഷകനു വേണ്ടി കാത്തിരിക്കുന്നത്? ഇതൊരു ചെറിയ ചോദ്യമല്ല, അല്ലേ? ലോകമെമ്പാടുമുള്ള ഏകദേശം 15നും 20നും കോടിക്കുമിടയിൽ വരുന്ന 12 ഷിയ മുസ്ലിമുകളുടെ വിശ്വാസത്തിന്റെ കാതലാണിത്. അവർ കാത്തിരിക്കുന്നത് അവരുടെ 12ാമത്തെ ഇമാമായ ഇമാം മഹദിയുടെ തിരിച്ചുവരവിനു വേണ്ടിയാണ്. അപ്പോ എന്തുകൊണ്ടാണ് ഈ ഒരു കാത്തിരിപ്പിന് ഇത്രയധികം പ്രാധാന്യം വരുന്നത്? ഷിയ വിശ്വാസപ്രകാരം പ്രവാചകന് ശേഷം ദൈവം തന്നെ തെരഞ്ഞെടുത്ത 12 ഇമാമുകളുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ 12ാമത്തെ ഇമാം മറവിലേക്ക് പോയത്, അഥവാ ഒക്കൾട്ടേഷൻ എന്ന അവസ്ഥയിലേക്ക് പോയത്? അതിന്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കാം. ഇതിന്റെ തുടക്കം പ്രവാചകന്റെ മരണക്കിടക്കയിൽ വെച്ചാണ്. ഒരു വിൽപ്പത്രം എഴുതാനായി അദ്ദേഹം പേനയും കടലാസും ചോദിച്ചപ്പോൾ അനുയായികൾക്കിടയിൽ ഭിന്നതയുണ്ടായി. അവിടെ നിന്നാണ്, ആ ഒരു വ്യാഴാഴ്ചയിലെ സംഭവത്തിൽ നിന്നാണ് ഭിന്നതയുടെ തുടക്കം എന്ന് പറയപ്പെടുന്നത്. പിന്നീട് അബൂബക്കർ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ പ്രവാചകൻ നേരിട്ട് നിയമിച്ചത് അലിയെയാണെന്ന് വിശ്വസിച്ച ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരാണ് ഷിയാത്തു അലി, അതായത് അലിയുടെ പക്ഷം അല്ലെങ്കിൽ അലിയുടെ അനുയായികൾ എന്ന് പിന്നീട് അറിയപ്പെട്ടത്. കാലം കടന്നുപോയി, തലമുറകളായി ഒരുപാട് പീഡനങ്ങൾ നേരിട്ടു. അവസാനം ഏകദേശം 1200 വർഷങ്ങൾക്കു മുൻപ് 12ാമത്തെ ഇമാം തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മറവിലേക്ക്, അതായത് ഗൈബയിലേക്ക് പോകാൻ നിർബന്ധിതനായി. ശരി, ഇമാം മറവിലേക്ക് പോയി. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു അധികാരശൂന്യതയുണ്ടായി, അല്ലേ? ഇവിടെയാണ് ഈ വിശദീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തുടങ്ങുന്നത്. ഈ അധികാരശൂന്യത എങ്ങനെയാണ് നികത്തപ്പെട്ടത്? ദൈവീകമായ നിയോഗിക്കപ്പെട്ട ഒരു വഴികാട്ടി ഇല്ലാതായപ്പോൾ ആ സ്ഥാനത്തേക്ക് ആരാണ് വന്നത്? അതെ, ഇമാമിന്റെ ആഭാവത്തിൽ ഒരു കൂട്ടം മതപണ്ഡിതന്മാർ അധികാരത്തിലേക്ക് വന്നു. ലളിതമായി പറഞ്ഞാൽ, തെറ്റുപറ്റാൻ സാധ്യതയുള്ള, ദൈവീകമായി തിരഞ്ഞെടുക്കപ്പെടാത്ത തങ്ങളാണ് ജനങ്ങളെ നയിക്കാൻ ഏറ്റവും യോഗ്യരെന്ന് അവർ സ്വയം അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ അവരുടെ സ്വന്തം യുക്തിയിലും ധാരണകളിലുമൊക്കെ അധിഷ്ഠിതമായ ഒരു പുതിയ മതപരമായ സിസ്റ്റം അവർ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നോക്കൂ, ഇവിടെ 2 തരം മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇവ തമ്മിൽ ആനയും ആടും പോലത്തെ വ്യത്യാസമുണ്ട്. ഒരു വശത്ത് ദൈവം നേരിട്ട് നിയമിച്ച, ദൈവീക വെളിപാടുകളിലൂടെ സംസാരിക്കുന്ന, അതുകൊണ്ടുതന്നെ തെറ്റുപറ്റാത്ത ഇമാമുകൾ. ഇനി മറുവശത്തോ സ്വയം നിയമിക്കപ്പെട്ട, സ്വന്തം യുക്തിയിലും വ്യാഖ്യാനങ്ങളിലും ആശ്രയിക്കുന്ന, സ്വാഭാവികമായും തെറ്റുപറ്റാൻ സാധ്യതയുള്ള പണ്ഡിതന്മാർ. ഈ വ്യത്യാസം നമ്മൾ മനസ്സിൽ വെക്കണം. ശരി, ഈ പുതിയ പണ്ഡിത വ്യവസ്ഥയ്ക്ക് അവരുടെ അധികാരം ഉറപ്പിക്കണമല്ലോ. അതിനവരെന്താ ചെയ്തേ? ഈ വിശദീകരണം പറയുന്നത് അവർ പ്രധാനപ്പെട്ട മതഗ്രന്ഥങ്ങളെ തങ്ങൾക്കനുകൂലമായി പുനർവ്യാഖ്യാനം ചെയ്തു എന്നാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ശരിക്കും ദുരുപയോഗം ചെയ്യപ്പെട്ടോ? നമുക്ക് നോക്കാം. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു തർക്കം വരുന്നത്. ഖുറാനിൽ ദിക്റിന്റെ ആളുകൾ എന്നൊരിടത്ത് പറയുന്നുണ്ട്. ആരാണിവർ? മാർഗനിർദ്ദേശത്തിനു വേണ്ടി നമ്മൾ ആരെയാണ് സമീപിക്കേണ്ടത്? പണ്ഡിതന്മാരെപ്പോഴും പറയാറ് അത് ഞങ്ങളാണ്, ഞങ്ങളോടാണ് ചോദിക്കേണ്ടതെന്നാണ്. പക്ഷേ ശരിക്കും അതാണോ ഖുറാൻ ഉദ്ദേശിച്ചത്? ഖുറാനിലെ ആ വചനം ഇതാണ്: അതുകൊണ്ട് നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ ദിക്റിന്റെ ആളുകളോട് ചോദിക്കുക. ഈ വചനം എടുത്തിട്ട് പണ്ഡിതന്മാർ പറയും, കണ്ടോ, ഈ പറയുന്ന ദിക്റിന്റെ ആളുകൾ ഞങ്ങളാണ്, അതുകൊണ്ട് അറിവില്ലാത്ത കാര്യങ്ങളിൽ ഞങ്ങളെ സമീപിക്കണം. ഇത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ആരാണ് ഈ ദിക്റിന്റെ ആളുകൾ? എന്നാൽ ഇതേ വിഷയത്തിൽ ഒരു ഹദീസ് വളരെ വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. പ്രവാചകൻ തന്നെ പറയുകയാണ്, ഞാനാണ് ദിക്റ്, എന്റെ പിൻഗാമികളായ ഇമാമുകളാണ് ദിക്റിന്റെ ആളുകൾ. അപ്പോൾ സംശയത്തിനിടയില്ല, അല്ലേ? ഖുർആൻ വചനം സൂചിപ്പിക്കുന്നത് പണ്ഡിതന്മാരെയല്ല, മറിച്ച് പ്രവാചകനെയും അദ്ദേഹത്തിന് ശേഷം വന്ന ഇമാമുകളെയുമാണെന്നാണ് ഈ വിശദീകരണത്തിന്റെ വാദം. ഇനി മറ്റൊരു ശക്തമായ ഖുർആൻ വചനം നോക്കാം. അവർ തങ്ങളുടെ പണ്ഡിതന്മാരെയും സന്യാസിമാരെയും അല്ലാഹുവിനു പുറമെ രക്ഷിതാക്കളായി സ്വീകരിച്ചു. പണ്ഡിതന്മാരോടുള്ള അന്ധമായ വിധേയത്വത്തെ വിമർശിക്കാൻ ഈ ഉറവിടം ഉപയോഗിക്കുന്ന ഒരു പ്രധാന ആയത്താണിത്. എന്താണിതിന്റെ അർത്ഥം? അവർ എങ്ങനെയാണ് രക്ഷിതാക്കളാകുന്നത്? അതിനുള്ള ഉത്തരം ഒരു ഇമാം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ആളുകൾ പണ്ഡിതന്മാരെ ദൈവങ്ങളായി സ്വീകരിച്ചു എന്നു പറഞ്ഞാൽ അവർക്ക് പൂജ ചെയ്തു എന്നല്ല അർത്ഥം. മറിച്ച് അല്ലാഹുവും അവന്റെ ഗ്രന്ഥങ്ങളും ദൂതന്മാരും പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിച്ച് പകരം പണ്ഡിതന്മാർ പറയുന്നത് അന്ധമായി അനുസരിച്ചു. അങ്ങനെയാണ് അവർ ദൈവതുല്യരായത്. ഇത് വരും തലമുറകൾക്കൊരു പാഠമാകാനാണ് ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് എന്നും ഇമാം കൂട്ടിച്ചേർക്കുന്നു. ഇനി ഈ പുരോഹിതന്മാർ ജനങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉപകരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് തഖ്ലീദ്. എന്താണ് ഈ തഖ്ലീദ്? തഖ്ലീദ് എന്ന വാക്ക് വരുന്നത്
കലാദ എന്ന അറബി വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം കഴുത്തുപട്ട എന്നാണ്. അപ്പോൾ എന്താണ് ഈ സമ്പ്രദായം? ഒരു സാധാരണ വിശ്വാസി തന്റെ മതപരമായ കാര്യങ്ങൾ സ്വയം പഠിക്കുന്നതിന് പകരം തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു പണ്ഡിതന്റെ ഫത്വകൾക്ക്, അതായത് വിധിന്യായങ്ങൾക്ക് പൂർണ്ണമായി കീഴടങ്ങുന്നു. സ്വന്തം കഴുത്തിൽ ഒരു കഴുത്തുപട്ട സ്വയം അണിയുന്നതുപോലെയാണത്. പൂർണ്ണമായ ഒരു സമർപ്പണം. ഇതിലേറ്റവും വലിയ വിരോധാഭാസം എന്താണെന്നറിയോ? ഷംസുദ്ദീൻ അൽ-ഖോയി തുടങ്ങിയ പ്രമുഖരായ ഷിയ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്, ഈ തക്ലീദ് എന്ന സമ്പ്രദായത്തിന് ഖുർആനിലോ ഹദീസിലോ യാതൊരു അടിസ്ഥാനവുമില്ലെന്ന്. അതൊരു പുതിയ കണ്ടുപിടുത്തമാണെന്ന് വരെ അവർ പറയുന്നുണ്ട്. ഒന്നാലോചിച്ചു നോക്കൂ, പണ്ഡിതന്മാർ തന്നെ നടപ്പിലാക്കുന്ന ഒരു സമ്പ്രദായത്തിന് ദൈവത്തിൽ നിന്നോ പ്രവാചകനിൽ നിന്നോ യാതൊരു തെളിവുമില്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ഇനി ഇമാം ജാഫർ അൽ സാദിഖിൽ നിന്നുള്ളൊരു മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകും. അദ്ദേഹം പറയുന്നത്, ദുഷിച്ച നിയമജ്ഞർ, അതായത് പണ്ഡിതന്മാർ, നമ്മുടെ ഷിയാക്കളിലെ ദുർബലർക്ക് വരുത്തുന്ന ദ്രോഹം കർബലയിൽ ഇമാം ഹുസൈനോടും കുടുംബത്തോടും യസീദിന്റെ സൈന്യം ചെയ്തതിനേക്കാൾ വലുതാണ് എന്നാണ്. എത്ര ഭയാനകമായ ഒരു ഉപമയാണെന്ന് നോക്കൂ. ഈ ഉറവിടം പറയുന്നത് ഇന്നത്തെ പണ്ഡിതന്മാർ ഈ ഹദീസ് ഉദ്ധരിക്കാറുണ്ടെങ്കിലും ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവർ സൗകര്യപൂർവ്വം ഒഴിവാക്കാറാണ് പതിവ് എന്നാണ്. ഇനി നമ്മൾ വരുന്നത് ഈ വിശദീകരണത്തിന്റെ ഒരു ക്ലൈമാക്സിലേക്കാണ്. പ്രവചിക്കപ്പെട്ട ഒരു വലിയ ഏറ്റുമുട്ടലിനെക്കുറിച്ച്. അതാരും തമ്മിലാണെന്നോ? ഇമാം മഹദിയും അദ്ദേഹത്തിനായി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരും തമ്മിൽ. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഇമാം മഹദിയുടെ പ്രധാന എതിരാളികൾ ഈ പണ്ഡിതന്മാർ തന്നെയായിരിക്കുമെന്നാണ് പ്രവചനം. അതിനുള്ള ഒരു സൂചനയായിട്ടാണ് ഈയൊരു പ്രസ്താവനയെ കാരുന്നത്. ആയത്തുള്ള ഖുമൈനി, അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകൻ, പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്നു, ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ പ്രധാനമാണ്. ആ വ്യക്തി ഈ കാലഘട്ടത്തിലെ ഇമാമാണെങ്കിൽ പോലും. ഒന്ന് ആലോചിച്ചു നോക്കൂ, ആർക്കു വേണ്ടിയാണോ ആ രാജ്യം സ്ഥാപിച്ചത് എന്നവർ അവകാശപ്പെടുന്നു, ആ ഇമാം മഹ്ദി വന്നാൽ പോലും അദ്ദേഹത്തിന്റെ ജീവനേക്കാൾ പ്രധാനം തങ്ങളുണ്ടാക്കി ഈ സിസ്റ്റമാണെന്നാണ് അവർ പറയുന്നത്. അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ പറയുന്നത് എന്താണെന്ന് നോക്കാം. ഇമാം മഹ്ദി വരുമ്പോൾ ഒരു പുതിയ കാര്യവും പുതിയ നിയമശാസ്ത്രവുമായാണ് വരിക. അതായത് നിലവിലുള്ള രീതികളെ അദ്ദേഹം ചോദ്യം ചെയ്യും. അതുകൊണ്ട് തന്നെ പ്രവാചകൻ മുഹമ്മദ് നബി നേരിട്ടതിനേക്കാൾ കടുത്ത അജ്ഞതയായിരിക്കും ഇമാം മഹ്ദിക്ക് നേരിടേണ്ടി വരിക. ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ ആളുകൾ അദ്ദേഹത്തെ എതിർക്കാൻ ഉപയോഗിക്കുന്നത് സാക്ഷാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമായ ഖുർആൻ തന്നെയായിരിക്കും. ഇനി ഈ വാദങ്ങളെല്ലാം ഉറപ്പിക്കുന്ന, ഒരുപക്ഷെ ഏറ്റവും ശക്തവും നേരിട്ടുള്ളതുമായ ഒരു ഹദീസ് നോക്കാം. അതിൽ പറയുന്നത് ഇതാണ്: ഖായിമിന്റെ ശത്രുക്കൾ തഹ്ലീദിന്റെ മതപണ്ഡിതന്മാരാണ്. ഖായിം എന്ന് പറഞ്ഞാൽ ഇമാം മഹ്ദി തന്നെ. അപ്പോൾ ഇമാം മഹ്ദിയുടെ ശത്രുക്കൾ തക്ലീദ് എന്ന സമ്പ്രദായം പിന്തുടരുന്ന മതപണ്ഡിതന്മാർ ആയിരിക്കുമെന്ന് വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഇതിലും വ്യക്തമായി എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ ഈ വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഈ ഉറവിടം മുന്നോട്ട് വെക്കുന്ന നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യത്തോടെയാണ്. ഒരിക്കലെങ്കിലും നമ്മളോട് തന്നെ നീതി പുലർത്തി ഈ ചോദ്യം ചോദിക്കുക. ഇമാം മഹ്ദിയുടെ പിൻഗാമി ആരാണെന്ന് ഈ പുരോഹിതന്മാരോട് ചോദിക്കുന്നതിന് മുൻപ് ഈ അന്ത്യകാലത്തെ പുരോഹിതന്മാരെക്കുറിച്ച് പ്രവാചകനും ഇമാമുകളും എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? യഥാർത്ഥ മാർഗനിർദ്ദേശം എവിടെ നിന്നാണ് നമ്മൾ തേടേണ്ടത്? പണ്ഡിതന്മാരിൽ നിന്നോ അതോ ദൈവികമായി നിയോഗിക്കപ്പെട്ടവരിൽ നിന്നോ? ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണിത്. തീരുമാനം തീർച്ചയായും നിങ്ങളുടേതാണ്.